Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് പൊതുവേ സൺഡേ നമ്മൾ കുറച്ച് സ്റ്റോക്കുകളൊക്കെ ആയിട്ട് നമ്മൾ വരാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല, ചെറിയൊരു തിരക്കിൽ പെട്ടു. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ബാൻ ആയതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ അധികം ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതലാണ് വീണ്ടും തിരിച്ച് ഗ്രൂപ്പുകളൊക്കെ ആക്റ്റീവ് ആയത്. നമുക്ക് എന്തായാലും എല്ലാം ദിവസത്തെയും പോലെ തന്നെ നമുക്ക് നമ്മുടെ നിഫ്റ്റി, അതുപോലെ സ്മോൾ ക്യാപ്പ്, പിന്നെ ഒരു സ്റ്റോക്ക് നമുക്ക് നമ്മുടെ ടെക്നിക്കലി നമുക്കന്ന് അനലൈസ് ചെയ്യാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ ഈ പറയുന്നതൊക്കെ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ ഒരിക്കലും ബൈ ചെയ്യണം, എത്ര പേഴ്സൻ്റേജ് പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലല്ല. നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് നമ്മൾ ഓരോ സ്റ്റോക്കുകൾ ടെക്നിക്കലി അനലൈസ് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്ക് ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ വയ്ക്കാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെറുതായിട്ടുള്ള ചെറിയ ടിപ്സ് ഒക്കെ പോലെയൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോസാണ്. നിങ്ങളിപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഉപകരിക്കാനും പുതുതായി മാർക്കറ്റിൽ വരുന്നവർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവും. പിന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ടൊന്ന് പോവാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോയിട്ട് നമുക്കതൊന്ന് അനലൈസ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്, എന്നാലും നമ്മൾ ഈ ചാർട്ടുകളൊക്കെ അനലൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഓവറോൾ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിഫ്റ്റിയാണ് നമ്മുടെ മേജറായിട്ടുള്ള ഇൻഡെക്സ്, അപ്പോൾ അത് നല്ല സ്ട്രെങ്ത് ആണോ നോക്കണം. അതുപോലെ സ്മോൾ ക്യാപ്പ്, നമ്മൾ കൂടുതലും സ്വിംഗ് ട്രേഡുകളൊക്കെ എടുക്കുന്നത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ്. അപ്പോൾ നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും സ്ട്രെങ്ത് ഉണ്ടോ, സപ്പോർട്ടിലാണോ, അതോ റെസിസ്റ്റൻസ്, അങ്ങനെയൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടും എല്ലാ ദിവസവും ഇതുപോലെ അനലൈസ് ചെയ്യുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റാലിറ്റി ആയിരിക്കും. അന്നൊരു നെഗറ്റീവ് ക്ലോസിംഗ് 278 പോയിന്റിൻ്റെ ക്ലോസിംഗ് ആണ് കിട്ടിയത്. ചിലപ്പോൾ മിക്കവാറും ഒരു 24,000 താഴെ ക്ലോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കും. കാരണം ഒരുപാട് പേര് പൊസിഷൻ 24,000 ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും, അതായത് കോൾ സെല്ലേഴ്സൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മെയിൻ പ്ലെയർ ആയിട്ടുള്ള ആൾക്കാർ ഈ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടല്ലോ മാർക്കറ്റിൽ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടായിരിക്കും ഇന്നൊരു ഓവറോൾ സെല്ലിങ് വന്ന് 24,000 താഴെ നിഫ്റ്റിനെ ക്ലോസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ നമുക്കതിന് ചാർട്ടിലോട്ട് പോകാം. ടെക്നിക്കലി എങ്ങനെയാണ് മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. ചാർട്ടിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് കുറച്ച് കാലമായി നമ്മൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മേലോട്ട് പോകുന്നുള്ളത്. ഏകദേശം നല്ല രീതിയിൽ മേലോട്ട് പോയി. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 2% മുകളിൽ നിഫ്റ്റി മേലോട്ട് പോയി. അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു സെല്ലിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിലോട്ട് പോയാലാണ് നമുക്ക് കുറച്ചും കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻട്രികൾ കിട്ടുള്ളൂ എന്നുള്ളത്. അതാണ് ഒരു മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നല്ലൊരു ഫേക്ക് ഒരു ഡൗൺ ആയിട്ടൊരു മൂവ്മെൻറ്റ് തന്നു, അതിന് ശേഷം താഴത്തോട്ട് വന്ന് ചിലപ്പോൾ ഈ ഒരു റേഞ്ചിലോട്ട് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതല്ല ഇപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള വോളറ്റാലിറ്റി ആണെങ്കിൽ ഇവിടുന്ന് തന്നെ മേലോട്ട് പോകാനും സാധ്യത. ചിലപ്പോൾ 1-2 ദിവസം കൺസോൾട്ടേഷൻ നടന്നിട്ട് ചിലപ്പോൾ മേലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മേജറായിട്ടുള്ള ഇൻഡെക്സ് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മുടെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പൊക്കെ മൂവ് ചെയ്യുന്നതാണ്. സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അത്ര ഫോൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിഫ്റ്റിയിലൊരു മാനിപ്പുലേഷൻ പോലെ നടന്നതായിരിക്കാനാണ് സാധ്യത എന്നുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൽ ഇന്ന് ചെറുതായിട്ടൊരു ഫോള്, 91 പോയിൻ്റ് ഒരു ഫോള് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അത്രയ്ക്ക് ഒരു വീക്ക്നെസ് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞൊരു റേഞ്ചാണ് ഈ ഒരു റേഞ്ച്, ഈ 18,500 എന്നുള്ള റേഞ്ച്. ആ റേഞ്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഏകദേശം ആ റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മേലോട്ട് പോകാനും സ്മോൾ ക്യാപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റി അപേക്ഷിച്ച് സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ഗന്ധാർ എന്നാണ്. ഗന്ധാർ ഓയിൽ റിഫൈനറി ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റോക്ക് ഒരു 180 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 3% അടുത്ത് നിന്ന് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഈ സ്റ്റോക്ക് കുറച്ച് നാളായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഏകദേശം നമുക്ക് മേലോട്ട് ഇത് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം സ്റ്റോക്ക് ഒരു 65% ഒരു ഡൗണ് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് ഒരു താഴത്തോട്ടുള്ള ഏകദേശം ഒരു സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞ് മേലോട്ട് കയറി വരുന്ന ഒരു സെറ്റപ്പാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ, ഈ ബ്രേക്ക് ഔട്ട് റേഞ്ചാണ് ഒരു 184-50 റേഞ്ചിൻ്റെ മുകളിലോട്ടൊക്കെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഒരു സ്റ്റോക്കിൽ ഒരു പേപ്പർ ട്രേഡ് എന്നുള്ള രീതിയിലൊക്കെ എൻട്രി ചെയ്യാവുന്നതാണ്. ഞാൻ ഡെയിലി ചെല്ലോട്ട് മാറ്റാൻ രണ്ടാമത് ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. ചെറിയൊരു റേഞ്ച്, ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടക്കാൻ സാധ്യത. ചിലപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിൻ്റെ അടുത്ത് ചിലപ്പോൾ ചെറിയൊരു കൺസോളേഷൻ നടക്കും. ചിലപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചില മാസങ്ങളുണ്ടാവും, ചിലപ്പോൾ വീക്കുകളായിരിക്കും. അപ്പോൾ എത്ര നാളൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആയിരിക്കും ആ റാലി. ഇപ്പോൾ ചെറുതായിട്ടൊരു കൺസോൾട്ടേഷൻ ആണെന്ന് പറഞ്ഞാൽ ഒരു 10-15% ഒക്കെ ടാർഗറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. അതല്ല വലിയൊരു കൺസോൾട്ടേഷനാണ്, ഈ റേഞ്ചിൽ കടന്നിട്ട് കുറേ നാൾ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25 to 30, 30%, 40% ഒക്കെ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്ര നാൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അത്രയും ആ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലേഴ്സ് മുഴുവനായിട്ടും ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവും. പിന്നെ കൂടുതൽ ബയേഴ്സ് ആ സ്റ്റോക്കിലോട്ട് വരുമ്പോൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുകയും ആ സ്റ്റോക്ക് നല്ല മേലോട്ട് പോവും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു 184-50 എബോവ് നമുക്കിതിലേക്ക് ഒരു എൻട്രി ആഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചാടിക്കറി എടുക്കരുത്. ചിലപ്പോൾ ഒരു സ്റ്റോക്ക് മേലോട്ട് നല്ല രീതിയിൽ മേലോട്ട് പോയി താഴത്തോട്ട് വരും. പക്ഷെ അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ ബ്രേക്ക് ഔട്ട് റേഞ്ച് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു പാർട്ട് അവിടെ നിന്ന് ആഡ് ചെയ്യുക, 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് എങ്ങനെയാണ് ഈ റേഞ്ച് കിടന്ന് കളിക്കണമെന്ന് നോക്കുക. അതല്ല സ്റ്റോക്ക് താഴത്തോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 173 റേഞ്ചൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാം. അതല്ല സ്റ്റോക്ക് അവിടെ നിന്ന് റിക്കവറായി മേലോട്ട് പോവുകയാണ്, ചിലപ്പോൾ വീണ്ടും കൺസോൾട്ടേഷൻ നടക്കുകയാണ്, ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ തന്നെ എൻട്രി എടുത്തു. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യുക, കുറച്ച് നാൾ 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷം വീണ്ടും ചിലപ്പോൾ സ്റ്റോക്ക് ഈ റേഞ്ചിലോട്ടൊക്കെ വന്ന് കുറച്ച് നാൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും മേലോട്ട് പോകും. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ നടക്കുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത പാർട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം ആ ഒരു സ്റ്റോക്കിൽ ആ സ്ട്രെങ്ത് ഉണ്ട്, ആ റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 173 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ അധികം സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ സൺഡേ പൊതുവേ ഒരുപാട് സ്റ്റോക്കുകൾ പറയുന്നതാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു സ്റ്റോക്കിലാണ് പറയാറ്. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തില്ല, പക്ഷെ എന്നാൽ ഈ ഒരു സ്റ്റോക്ക് കണ്ടിട്ട് നല്ല ഒരു സ്ട്രക്ചർ ബിൽഡപ്പായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകളിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. നമ്മളതിൽ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ പറയുന്ന സ്റ്റോക്കുകളിലാണെങ്കിൽ നമ്മളതിനുള്ള റീപ്ലൈ തരുന്നതാണ്. എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്ന. ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് ചെയ്യാനായിട്ട് ചില സമയങ്ങൾ നമുക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഒരു സെക്ഷൻ വെക്കാറുണ്ട്, ശനി ഞായർ ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ലിയർ ചെയ്ത് തരും. അതല്ലാണ്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ പറയുന്ന സ്റ്റോക്കുകളാകുമ്പോൾ ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ചില ആൾക്ക് എൻട്രി എവിടെ നിന്ന് എടുക്കണമെന്നൊന്നും അറിയില്ല, പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്നവർക്ക്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്